ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയ് എല്ലാവരെയും എതിർത്തുകൊണ്ട് ഭൂമിയുടെ കഴുത്തിൽ താലി ചാർത്തി സൗഭാഗ്യമംഗലത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ഇതേ സമയത്ത് സംഗീതയാണെങ്കിൽ വല്ലാത്തൊരു പൊങ്കലാപ്പിലാണേ. അതായത് സംഗീതയാണെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണോ, മകൻ്റെ ഭാഗത്ത് നിൽക്കണോ, വീട്ടുകാരുടെ ഭാഗത്ത് നിൽക്കണോ, ഭൂമിയുടെ ഭാഗത്ത് നിൽക്കണോ എന്നറിയാതെ വല്ലാതെ നെട്ടം തിരിയുകയാണ് കേട്ടോ. സംഗീതയ്ക്കാണെങ്കിൽ ഭൂമി വലിയ കാര്യമാണ് കേട്ടോ. പക്ഷേ മുത്തശ്ശിയും അതുപോലെ തന്നെ സ്വന്തം ഭർത്താവും ഒക്കെ തന്നെ എതിരായിട്ട് നിൽക്കുന്നത് കൊണ്ട് സംഗീതയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഒരു നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ പോലും സംഗീതയെ കൊണ്ടാവുന്നില്ല കേട്ടോ. ആരും തന്നെ സമ്മതിക്കുന്നില്ലേ. മുത്തശ്ശിയാണെങ്കിലും എല്ലാവരും ഭൂമി വെറുപ്പോടുകൂടി തന്നെ കാണുകയാണ് കേട്ടോ. അതായത് അഞ്ജനയാണല്ലോ ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. അഞ്ജനയുടെ സ്ഥാനം കൈയടക്കിയത് കൊണ്ട് തന്നെ ഭൂമിയെ എല്ലാവരും വെറുപ്പോടുകൂടി തന്നെ സമീപിക്കുകയാണ് കേട്ടോ. സത്യൻ പോലും ഭൂമിയെ വെറുത്തു തുടങ്ങുകയാണേ. സത്യനാണെങ്കിലും പറയുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ മകളെ പോലെയല്ല മകളായിട്ടാണ് കണ്ടിരുന്നത്. എന്നിട്ട് നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. നിനക്ക് അഞ്ജയ് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിനക്കത് പറഞ്ഞ് തിരുത്തായിരുന്നില്ലേ? അഞ്ജനയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതാണെന്നും നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിനക്കറിയാമല്ലോ. എന്നിട്ടും നീ ഈ ചതി ചെയ്യുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഭൂമിക്കത് വല്ലാത്ത പ്രയാസമാകുന്നുണ്ട് കേട്ടോ. കാരണം ഭൂമിയും സത്യനെ കാണുമ്പോൾ ഒരു ഭൂമിക്കൊരു സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു അച്ഛൻ്റെ ഒരു ഫീലിങ്സ് സത്യനോട് ഭൂമിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യനിൽ നിന്നും അങ്ങനെ കേൾക്കുമ്പോൾ ഭൂമിയും അത് വല്ലാതൊരു പ്രതിസന്ധിയിൽ എത്തിക്കുന്നുണ്ടേ. പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അജയുടെ അച്ഛനാണെങ്കിലും ആകെപ്പാടെ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണം. അഞ്ജനയ്ക്കാണെങ്കിൽ അച്ഛന് കൂടിയില്ല. അതുകൊണ്ട് നമ്മളാണ് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്. സൗഭാഗ്യമംഗലത്തെ കുട്ടിയാണ്. നമ്മളുടെ മകൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നെ അവളുടെ ഭാവി തന്നെ സുരക്ഷിതമായേനെ, അവളിവിടെ ഭദ്രമായിരുന്നേനെ. പക്ഷെ അതെല്ലാം തല്ലി തകർത്തില്ല അവൻ. ഇനി എനിക്ക് അങ്ങനൊരു മകനേ ഇല്ല എന്ന് പറഞ്ഞ് വല്ലാത്തൊരു അരിശ്യത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അജയുടെ അച്ഛൻ. അങ്ങനെ ഭൂമിയും അജയിനെയും വെറുപ്പോടുകൂടി അവരോടൊന്നും സംസാരിക്കുക പോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ അജയ്. ഇതേ സമയത്ത് ഭവാനിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്നെയും എൻ്റെ മകളെയും നാണം കെടുത്തി ഈ നിലയിലെത്തിച്ചത് അവൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവൻ കരുതില്ല. അവനങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൻ്റെ ജീവിതം ഇതോടെ അവസാനിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ഭവാനി തന്നെ പറയുന്നുണ്ട്, സത്യൻ ഇപ്പോൾ കിടന്ന് അലയുന്ന കണ്ടില്ലേ, അവൻ്റെ ഭാര്യയും മകളും ഇല്ലാതെ. അതുപോലെ തന്നെ അജയ്ക്കും അതേ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. അവനും ഒരു കുടുംബം ഇല്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. എന്നിട്ട് അവസാനം മണ്ണിനടിയിൽ കൊണ്ടുവെക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭവാനി വലിയ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജനയാണെങ്കിലും ആകെ സങ്കടത്തിലാണ് കേട്ടോ. അഞ്ജന അവസാനം വരെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ, മോതിരമാറ്റൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അജയ് തൻ്റെ സ്വന്തമാണെന്ന് വിശ്വസിച്ച് എല്ലാ കല്യാണൊരുക്കങ്ങളും ചെയ്തതാണ്. പക്ഷെ എല്ലാം അവസാനിച്ചപ്പോൾ അഞ്ജനയെ കൊണ്ടും അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അഞ്ജനയും അതുപോലെ തന്നെ ഭവാനിയും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഇപ്പോൾ വെള്ളവടിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ അഞ്ജനയുടെയും ഭവാനിയുടെയും ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയും അതുപോലെ തന്നെ അജയിനെയും തകർക്കുക എന്നത് മാത്രമായിരിക്കും കേട്ടോ. ഭൂമി ഒരു വേലക്കാരിയെ പോലെ ആയിരിക്കും കേട്ടോ സൗഭാഗ്യമംഗലത്ത് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ സംഗീത പോയി ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും മുത്തശ്ശിയൊന്നും സമ്മതിക്കണില്ല കേട്ടോ. അങ്ങനെ ഭൂമിയെ വല്ലാതിട്ട് കഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഭവാനിക്ക് ഒരു സംശയമൊക്കെ ഇടയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അതായത് ഭൂമിയും അജയും തമ്മിൽ എന്തൊക്കെയോ ഒരു അകലിച്ചയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല അവരുടെ സമീപനവും പെരുമാറ്റവും. ഇവർക്കിടയിൽ എന്തോ ഒരു സത്യമുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഭവാനി. കാരണം ഭവാനി ഒരു ദിവസം രാവിലെ അജയുടെ റൂമിന് ഫ്രണ്ടിലൂടെ നടക്കുമ്പോൾ അവിടെ നിലത്തൊരു പായ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും രണ്ട് കട്ടിലാണ് രണ്ടായിട്ട് മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ ഇങ്ങനെ മാറി കിടക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഇവർക്കിടയിലുണ്ട്. അത് മാത്രമല്ല ഇവർ പരസ്പരം ഒന്ന് സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് പോലും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഭവാനിയാണെങ്കിൽ അഞ്ജനയോട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജനയും പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ഞാനും ശ്രദ്ധിച്ചു. ഭൂമിയാണെങ്കിലും വലിയ സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ ഇനി വീട്ടിൽ വന്ന് കയറി എല്ലാവരും ഭൂമിയെ നല്ല രീതിക്കൊന്നും അല്ലല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അതുകൊണ്ടായിരിക്കില്ലേ അമ്മേ? അതുകൊണ്ടൊന്നുമല്ല. എങ്കിലും അജയും ഭൂമിയും തമ്മിലൊരു ചേർച്ച തോന്നുന്നില്ല. കാരണം അവർക്കിടയിൽ ഒരു സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, രണ്ടുപേരും മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. അമ്മയ്ക്ക് ചിലപ്പോൾ തോന്നിയതാവും അമ്മേ. അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവർ വിവാഹം കഴിക്കുമോ? ഇഷ്ടമില്ലെങ്കിൽ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ട് കണ്ടെത്തിയ വഴിയാണെങ്കിലോ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ചിലപ്പോൾ നിന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അജയുടെ ഒരു വഴിയാണെങ്കിലോ ഈ ഒരു വിവാഹം.
അമ്മ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ഒരാളെ വെറുതെ വിവാഹം കഴിക്കാൻ പറ്റുമോ? എടി നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ എന്തിനാ അവൻ നയനയുടെ ഫോട്ടോ ഇവിടെ തൂക്കി വെച്ചിരിക്കുന്നത്? ഇപ്പോഴും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പോലും നയനയുടെ ഫോട്ടോ അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടില്ല. അപ്പോൾ അതിലെന്ത് ഒരു ദുരുദ്ദേശമില്ലേ എന്ന് പറയുമ്പോൾ അഞ്ജന പറയാം, അതെ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയാ, അവരുടെ റൂമിൽ നിന്ന് ആ നയനയുടെ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഭൂമിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എന്തിനായിരിക്കും? ഭൂമിയെ സ്നേഹിക്കാതെ പിന്നെ എങ്ങനെ വിവാഹം കഴിച്ചു? ശരിയാ, പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ വീഴണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അഞ്ജന പറയുന്നുണ്ട്, അമ്മ അതെ എനിക്ക് വിട്ടേരെ, എങ്ങനെയെങ്കിലും ഞാൻ അവർക്കിടയിലുള്ള ആ ഒരു സത്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയാനേ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അജയ് ആണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അജയുടെ റൂമിലേക്ക് വരുമ്പോൾ ഭൂമിയാണെങ്കിൽ കുളിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അഞ്ജനയാണെങ്കിൽ അവരുടെ റൂമിൽ കട്ടിലിനടിയിൽ കയറിയിരിക്കുകയാണേ. ഈ സമയത്ത് അജയ് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അജയ് വന്ന ഉടനെ ഭൂമിയാണെങ്കിലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, കുളിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പരസ്പരം ഇവരങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, ചായ വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, താൻ കുടിച്ചോ? കുടിച്ചു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഭൂമി ചോദിക്കുന്നുണ്ട്, അല്ല കേസിൻ്റെ കാര്യം എന്തായി? മൊബൈൽ ഫോൺ ശരിയാക്കി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മൊബൈൽ ഫോണ് ഞാൻ അവരുടെ കൊടുത്തിട്ടുണ്ട്, അവർ മാക്സിമം 90% അവർ ശരിയാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം എൻ്റെ ഉറച്ച വിശ്വാസം ആ ഫോണിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് കാണും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ ഏക പ്രതീക്ഷയും വിശ്വാസം അതിലാണ്. ആ ഫോണിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയെങ്കിൽ എൻ്റെ അമ്മേനെ പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റും. എനിക്കത് മാത്രമാണ് വലുത്. അതിനു വേണ്ടിയിട്ടല്ല ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഇന്ന് ഇവിടെ വരെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും നമ്മുടെ അജയ് ആണെങ്കിൽ ആ കട്ടിലിനടിയിലൂടെ നമ്മുടെ അഞ്ജനയുടെ കാല് കാണുന്നത്. പെട്ടെന്ന് അജയ് ഇങ്ങനെ കണ്ണ് കാണിക്കാനോട്ടോ ഭൂമിയെ, അതായത് ആ കട്ടിലിനടിയിൽ ആരും ഉണ്ട് എന്നിങ്ങനെ കണ്ണ് കാണിക്കുകയാണ്. ആ സമയത്ത് ഭൂമി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും അത് അഞ്ജനയാണെന്ന് മനസ്സിലാക്കുകയാണേ. പെട്ടെന്ന് തന്നെ ഭൂമിയാണെങ്കിൽ, അല്ല ഇത്രയും നേരം എന്താ വൈകിയത്, പെട്ടെന്ന് പോയിട്ട് വരുമെന്നല്ലേ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അജയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എൻ്റെ കൂട്ട നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു, പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ പോയതല്ലേ, പിന്നെ കേസിൻ്റെ കാര്യത്തിന് ഫോണും നോക്കണമായിരുന്നു, അതുകൊണ്ടൊക്കെ പോയതാ. അല്ല നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, നമുക്കൊന്ന് പുറത്തൊക്കെ പോകണ്ടേ, ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ അടഞ്ഞിരുന്നാൽ മതിയോ, നമുക്കൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഹണിമൂണോ അതൊന്നും ഇപ്പം വേണ്ട, ഹണിമൂണൊക്കെ പോകാനുള്ളൊരു ഇപ്പം അതൊന്നും വേണ്ട, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വലിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ പോയേക്കാം എന്നൊക്കെ പറയണേ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്താ വൈകിട്ട് ഭക്ഷണം വേണ്ടത് എന്ന് പറയുമ്പോൾ, നീ ഉണ്ടാക്കുന്ന എല്ലാത്തിനും എന്ത് ടേസ്റ്റ്, എന്തുണ്ടാക്കി തന്നാലും എനിക്കത് മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, ഇതെന്താ ഇത് പട്ടാ പകലാണെന്ന് ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ അജയ് ചുമ്മാ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എനിക്ക് ഇക്കിളിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ നമ്മുടെ ഭൂമി പറയണേ. അതൊക്കെ കണ്ടിട്ട് അജയ്ക്ക് ചിരിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭൂമിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതെന്തായി കാണിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് മാറ്റി വിടുമ്പോൾ അഞ്ജനയാണെങ്കിൽ കട്ടിലടിയിൽ കിടന്നിട്ട്, ഇതെന്തൊക്കെ ഇവർ കാണിക്കുന്നത്, എന്താണോ എന്തിനാണോ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണും മുഖം പൊത്തിയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഭൂമി എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ അജയ് ആണെങ്കിൽ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയത്ത് ഭൂമിയും പുറത്ത് പോയി എന്ന് മനസ്സിലാക്കി അജയും ടോയ്ലറ്റിനുള്ളിൽ കയറിയത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അഞ്ജന അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ടോയ്ലറ്റ് പതിയെ ഒന്ന് വാതിൽ ചെറുതായിട്ടൊന്ന് തുറന്ന് അജയ് നോക്കുമ്പോൾ അഞ്ജന പോകുന്നത് കാണുകയാണ്. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അജയ് ആണെങ്കിൽ അതങ്ങ് വിട്ട് കളയാനുണ്ടോ. പിന്നീട് ഭൂമി റൂമിലേക്ക് വരുമ്പോഴാണ് അജയും ഭൂമിയും കൂടെ പറയണം, അഞ്ജന എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്നാണ്, നമ്മൾക്കിടയിൽ നമ്മളുടെ ഈ ബന്ധത്തിൽ അവർക്ക് എന്തോ ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഭവാനി വല്യമ്മയാണെങ്കിൽ മുറിയുടെ വെളിയിൽ വന്ന് നിൽക്കണം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തൻ്റെ കിടക്ക എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു സംശയത്തോടു കൂടിയായിരിക്കും അവർ വന്നത്. ആർക്ക് മുമ്പിലും നമ്മൾ എഗ്രിമെൻ്റ് പ്രകാരം വിവാഹം കഴിച്ചവരാണെന്നുള്ള സത്യം ആർക്ക് മുൻപിലും കാണിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ പെരുമാറ്റം കൊണ്ട് അവർക്ക് സംശയം തോന്നിയതായിരിക്കും. ഇനി ഞാനും നീയും എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ട് തന്നെ ഇവരുടെ മുൻപിൽ അഭിനയിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നി നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം പൊളിയും. എഗ്രിമെൻ്റ് വിവാഹമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെയുള്ള അമ്മ പോലും പിന്നീട് നമ്മുടെ കൂടെ കാണില്ല. അതുകൊണ്ട് ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്തരുതെന്നൊക്കെ പറയണേ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അല്ല തൻ്റെ അഭിനയം വളരെ രസകരമായിരുന്നു, തനിക്ക് വലിയ അഭിനയിക്കാനും പോയാൽ പോരായിരുന്നു,
ഉണ്ടായിരുന്നോ? തൻ്റെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണല്ലോ എന്ന് പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അയ്യടാ എൻ്റെ മാത്രമല്ലല്ലോ, ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു അഭിനയം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചിരിക്കുകയൊക്കെയാണ് കേട്ടോ.